പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങളെല്ലാവരും ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു സത്യത്തെയാണ്. ആ സത്യം നിങ്ങളതറിയാതെ പോകരുത്. ആ സത്യത്തെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിന് മുമ്പ് ലോകത്തിൽ അനേക വ്യക്തികളുടെ മരണം വിലയേറിയ മരണമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് രക്തസാക്ഷി മരണത്തെക്കുറിച്ച് നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് അനേക രക്തസാക്ഷി മരണങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി മഹാത്മാഗാന്ധിജി രക്തസാക്ഷി മരണം വരിച്ചു എന്ന് നമുക്കറിയാം. അതുപോലെ അമേരിക്കയ്ക്ക് വേണ്ടി ഏബ്രഹാം ലിങ്കൻ കൊല്ലപ്പെട്ടു, രക്തസാക്ഷി മരണമായി. അപ്പോൾ അതുപോലെ തന്നെ അനേകരും പല ലോകത്തും മരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഈ മരണങ്ങളൊന്നും യേശുക്രിസ്തുവിൻ്റെ മരണവുമായി താരതമ്യപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. അനേക വ്യക്തികൾ പറയാറുണ്ട് യേശുക്രിസ്തു ഒരു രക്തസാക്ഷി മരണമായിരുന്നു എന്ന്. യേശുക്രിസ്തുവിന് രക്തസാക്ഷി മരണത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണം രക്തസാക്ഷി അല്ല, രക്തസാക്ഷി മരണവും അല്ലായിരുന്നു. കാരണം യേശുക്രിസ്തുവിൻ്റെ മരണം അതൊരു വിലയേറിയ മരണമായിരുന്നു, ഒരു മറുവിലയായിരുന്നു. ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി മറുവിലയായിട്ട് ഇഹലോകത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. വിശുദ്ധ വേദപുസ്തകത്തിലെ മത്തായി എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 28-ാമത്തെ വേദഭാഗത്തിൽ കാണുന്നുണ്ട്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി മറുവിലയായി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ എന്ന് പറഞ്ഞു. അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനാണ് വന്നത്. എന്താണ് ഈ മറുവില? നമുക്കറിയാം, പല വസ്തുക്കളും വിലയേറിയതാണ്. ആ വിലയേറിയ വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്ക് നഷ്ടപ്പെട്ട ഒരു സാധനത്തെ നാം തിരികെ വാങ്ങുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ എന്തായിരുന്നോ വില, അത് തിരികെ വാങ്ങുമ്പോൾ അതിൻ്റെ 4 ഇരട്ടി വില തിരിച്ചു കൊടുത്തു വേണം നമ്മൾ വാങ്ങേണ്ടി വരുന്നത്. പല അനുഭവങ്ങൾ നമുക്കുണ്ട്. എന്നതുപോലെ യേശുക്രിസ്തു തനിക്ക് നഷ്ടപ്പെട്ടതിനെ തേടി ഇഹലോകത്തിലേക്ക് വന്നു. തനിക്ക് നഷ്ടപ്പെട്ടു പോയ വിലയേറിയ ആത്മാവെന്ന മനുഷ്യനെ വില കൊടുത്തു വാങ്ങുവാൻ, ദൈവത്തിന് വില കൊടുത്തു വാങ്ങുവാൻ ഇഹലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ് സത്യം. അതാണ് എനിക്കും നിങ്ങൾക്കും പകരമായി മറുവിലയായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തെക്കുറിച്ച് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വേദഭാഗത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടിട്ട് കർത്താവായ യേശുക്രിസ്തു തൻ്റെ അടുക്കലേക്ക് വരുന്നത് കണ്ടിട്ട് പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എന്താണ്? ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിന് മറുവിലയായി വിധിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതുപോലെ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരകനായിട്ട്, ലോക മനുഷ്യൻ്റെ പാപത്തിൻ്റെ മറുവിലയായിട്ട് ഒരു വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് അനേക വ്യക്തികൾ പകരമായി മരിക്കുന്നത് കാണാൻ കഴിയും. LTT സ്ഥാപകനായ വേലുപ്പിള്ള പ്രഭാകരൻ ശ്രീലങ്ക തമിഴ് വംശരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, വിമോചനത്തിന് വേണ്ടി പോരാടിയ ഒരു പോരാളിയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ വേലുപ്പിള്ള പ്രഭാകരന് വേണ്ടി മരിപ്പാനുള്ള ചെറുപ്പക്കാരുണ്ടായിരുന്നു, പകരം മരിക്കാനായിട്ട്. പക്ഷേ മാനവജാതിയുടെ പാപത്തിൻ്റെ പകരക്കാരനെ മരിപ്പാൻ ഇഹലോകത്തിലേക്ക് ആരും വന്നിട്ടില്ല, വരാൻ കഴിയുകയുമില്ല. കാരണം എല്ലാവരും പാപികളാണ്. പാപികളായ എനിക്കും നിങ്ങൾക്കും പാപത്തിൻ്റെ പരിഹാര മാർഗമായി മറുവിലയായി മരിപ്പാൻ ഒരു കാലത്തും സാധ്യമല്ലായിരുന്നു. അതുകൊണ്ടാണ് സർവ്വ ലോകത്തെയും പ്രപഞ്ചത്തെയും ചരാചരങ്ങളെയും നിർമ്മിച്ചവനായ തൻ്റെ വായിലെ വാക്കുകളെ ഉളവാക്കപ്പെട്ടവന ദൈവം നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് മനുഷ്യനെ ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെ കൊടുത്ത് ദൈവത്തെ പോലെ ആക്കി തീർത്ത മനുഷ്യൻ ദൈവത്തിന് നഷ്ടപ്പെട്ടപ്പോൾ അവനെ നശിപ്പിക്കാതെ സംരക്ഷിച്ചുകൊണ്ട് അവനെ വീണ്ടെടുക്കുവാൻ ഒരു പരിഹാര മാർഗം കർത്താവ് ഒരുക്കി.
അതാണ് ഞാനിവിടെ വായിച്ചത്. കർത്താവായ യേശു ക്രിസ്തു സർവ്വ ലോകത്തിനും തനിക്ക് നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുവാൻ മറുവിലയുമായി ഇഹലോകത്തിലേക്ക് വന്നു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് സർവ്വലോക മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരകനായി മരിപ്പാൻ വന്നു. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് വിശുദ്ധ വേദപുസ്തകത്തില് സങ്കീർത്തനങ്ങളില് 49-ാമത്തെ സങ്കീർത്തനത്തില് 7, 8, 9 വേദഭാഗം കാണുന്നുണ്ട്. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് വേണ്ടി അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പില കൊടുപ്പാനോ സാധ്യമല്ല. മാത്രമല്ല അത് വിലയേറിയതാകുന്നു എന്നാണ്. സഹോദരൻ ശവക്കുഴി എന്ന് വെച്ചാൽ നരകത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന് വേണ്ടി പ്രപഞ്ചത്തിൽ ആർക്കും അതിൻ്റെ മറുവില കൊടുക്കാൻ കഴിയില്ല. ആ മറുവില എന്ന് പറഞ്ഞാൽ ഒരു പ്രാണന്റെ വിലയാണ്. അത് കൊടുക്കേണ്ടത് പ്രാണനാണ്. ജീവനെ കൊടുത്താണ് വാങ്ങുന്നത്. മറ്റ് ഈ ലോകത്ത് മാനുഷികമായി നിർമ്മിതമായിരിക്കുന്ന അവരുടെ സമ്പത്തോ മറ്റ് ആരോഗ്യപരമായിരിക്കുന്ന അനുഭവങ്ങളോ മറ്റേതെങ്കിലും വിധത്തിൽ മാനുഷിക പ്രവൃത്തികളോ ഒന്നുകൊണ്ടും പാപത്തിന്റെ പരിഹാര മാർഗം ഒരുക്കാൻ കഴിയില്ല. ഇന്ന് ഞാനും നിങ്ങളും ലോകത്തിലേക്ക് നോക്കുമ്പോൾ സകല മനുഷ്യരും പാപത്തിന്റെ പരിഹാര മാർഗമായി ലോകത്തിൽ പല സ്ഥലത്തും തീർത്ഥാടനങ്ങൾ ചെയ്ത് പുതിയ പുതിയ ദൈവങ്ങളെ കണ്ടെത്തി ഉണ്ടാക്കി അതിൻ്റെ പിന്നാലെ പോയി പാപത്തിന്റെ പരിഹാര മാർഗത്തിന് വേണ്ടി ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്. എവിടെയെങ്കിലും പാപത്തിന്റെ പരിഹാര മാർഗം ലഭിക്കുന്നത് കാണുവാൻ കഴിയുമോ? അങ്ങനെ പാപത്തിന്റെ പരിഹാര മാർഗം ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിലുള്ള ഈശ്വര വിശ്വാസ സകല മനുഷ്യരും നല്ല വ്യക്തികളായിരുന്നാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ നശിപ്പിക്കാനോ കൊല്ലാനോ അതില്ലായ്മ ചെയ്യാനോ ശ്രമിക്കുകയില്ലായിരുന്നു. ആ കാര്യം നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടത് സർവ്വലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരകനായ യേശു ക്രിസ്തു ഇഹലോകത്തിൽ നിന്ന് പാപത്തിന് പകരക്കാരനായ ക്രൂസിൽ മരിച്ചു, അടക്കപ്പെട്ടു ഉയർത്താൻ ജീവിക്കുന്നു എന്നുള്ള സത്യമാണ്. അവൻ മറുവിലയാണ്. ആ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി പിന്നെ ലഹരി മാർഗങ്ങളിലോ മധ്യമാർഗങ്ങളിലോ ദുർമാർഗങ്ങളിലോ മാനുഷികമായിരിക്കുന്ന ദൈവത്തിന്റെ വിലപ്പെട്ട ജീവനായിരിക്കുന്ന ഒരു വ്യക്തികളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. ആ ദൈവത്തെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങളോട്. ആ കർത്താവായ യേശു ക്രിസ്തു ലോകത്തെ പാപികളാ സകല മാനവജാതിയുടെ പാപത്തിന്റെ പകരക്കാരനെ വന്നു. കാൽവരി ക്രൂസിൽ പൂർണ്ണമായി സമർപ്പിതനായി. എങ്ങനെ ഒരു മനുഷ്യന്റെ കണ്ണിന് വിവരിക്കുവാനോ കണ്ണിന് കാണാനോ വായ കൊണ്ട് വിവരിക്കാനോ ചെവി കൊണ്ട് അത് പ്രകടിപ്പിക്കാൻ കഴിയാതെ വണ്ണം അപ്രമേയമായിരിക്കുന്ന ഒരു വലിയ വീണ്ടെടുപ്പാണ് സർവ്വലോക മാനവജാതികൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ആ കർത്താവ് 3.5 വർഷക്കാലം പീലാത്തോസിന്റെ അടക്കത്തളത്തിലും ലോകത്തിന് മുമ്പാകെ പരീക്ഷന്മാരുടെ മുമ്പാകെ ശാസ്ത്രിമാരുടെ മുമ്പാകെ ദാരുണമായിട്ട് പീഡിപ്പിക്കപ്പെട്ട് വിസ്തരിക്കപ്പെട്ട് ഉപദ്രവിക്കപ്പെട്ട് ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട കഷ്ടതയിൽ കൂടെ കടന്ന് കാൽവരി ക്രൂസിലേക്ക് പോയി കൈകാലുകൾ കെട്ടപ്പെട്ടവനാൽ പൂർണ്ണമായി തകർക്കപ്പെട്ട് കാൽവരി ക്രൂസിൽ മരിച്ചു. ഒരു തെറ്റും ചെയ്യാതെ ഞാനും നിങ്ങളും ചെയ്ത തെറ്റിന്റെ ഫലമായി ക്രൂശിക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് ജീവിക്കുന്ന യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നത് എങ്ങനെയായിരുന്നു നോക്കി. യേശു ക്രിസ്തു എന്ത് തെറ്റ് ചെയ്താ? ഒരു തെറ്റും ചെയ്യില്ല. യേശു ക്രിസ്തു സർവ്വലോക മാനവജാതിയുടെ പാപത്തിന്റെ പകരക്കാരനെ മറുവിലയായി ക്രൂസിന്മേൽ പൂർണ്ണമായി സമർപ്പിച്ച് തന്റെ അവസാനത്തിന്റെ രക്തം വരെ ഊറ്റിക്കൊടുത്ത് എല്ലാ മനുഷ്യർക്കും വീണ്ടെടുപ്പ് ഒരുക്കിയിരിക്കുകയാണ്. ഈ കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് വീണ്ടെടുപ്പിന്റെ പരിഹാരങ്ങളാൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് കർത്താവ് ഞാൻ പാപിയാണ്, അങ്ങനെ പാപത്തിന്റെ പരിഹാരകനായി ഇഹലോകത്തിലേക്ക് വന്നു, എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ജീവിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ ചങ്കിലെ ചോരയാൽ എൻ്റെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കണമെന്ന് ഏതൊരു മനുഷ്യൻ ഏറ്റു പറയുമോ അപ്പോഴാണ് അവനത് വിലയേറിയതായിത്തീരുന്നത്. ഈ കർത്താവിൻ്റെ കാൽവരി ക്രൂശിലെ മരണം അടക്ക പുനരുത്ഥാനം എനിക്ക് വിലയേറിയതാകുന്നത്, ഞാനൊരു നല്ല വ്യക്തിയാകുന്നത്, സമൂഹത്തിൽ നല്ല വ്യക്തിയാകുന്നത്, നല്ല പ്രവൃത്തിയിൽ ജീവിക്കുന്നത്, സമൂഹമാകുന്ന മനുഷ്യരെല്ലാം എൻ്റെ സഹോദരന്മാരെന്ന് കണ്ട് അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു എന്നെ നിങ്ങളും സ്നേഹിച്ചത് അങ്ങനെയാണ്. ഈ രക്ഷ ഗണ്യമാക്കാതെ പോകരുത്. ഞാനെൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കണമല്ലോ. ഈ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ജീവിക്കുന്നു. കർത്താവിന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് രക്ഷകനും കർത്താവിനെ സ്വീകരിക്കുമെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾക്ക് നന്മയുണ്ടാകും, നിങ്ങളെ നല്ല വ്യക്തിയാവും. നിങ്ങൾ മരിച്ചാൽ എങ്ങോട്ട് പോകുന്നൊരു പ്രത്യാശ ഉണ്ടാവും. ഇഹലോകത്തിൽ ജീവിക്കുന്ന ആർക്കെങ്കിലും ഒരു പ്രത്യാശ കാണിക്കാൻ പറ്റുമോ? പറയാൻ കഴിയുമോ? ഇന്ന് നിങ്ങളുടെ ആത്മാവ് നിങ്ങളിൽ നിന്ന് വിട്ടുപോയാൽ എങ്ങോട്ട് പോകും? നരകത്തിൽ പോകുമോ സ്വർഗത്തിൽ പോകുമോ? കർത്താവായ യേശു ക്രൂശിൽ മേൽ ചൊരിഞ്ഞ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട് കർത്താവിൽ നിങ്ങൾ പ്രത്യാശയോടെ ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വർഗത്തിൽ പോകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.